Hi friends, today we are going to discuss about hydrometallurgy. Hydrometallurgy ചെറിയൊരു ടോപ്പിക്കാണ്. Hydrometallurgy involves bringing the metal in solution by the action of suitable chemical reagent, example sodium cyanide solution. This is followed by the recovery of the metal by electrolysis or by the use of suitable precipitating agents. അതായത് സൊല്യൂഷനിലുള്ള ഒരു മെറ്റലിനെ നമ്മൾ ഏതെങ്കിലും ഒരു കെമിക്കൽ റിയേജൻറ്റുമായിട്ട് എക്സാമ്പിൾ സോഡിയം സയനൈഡ് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ആ മെറ്റലിനെ റിക്കവറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റിംഗ് ഏജൻറ്റിൻ്റെ റിയാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതാണ് മെയിനായിട്ട് ഹൈഡ്രോമെറ്റലർജി എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് സിൽവർ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഒന്നെങ്കിൽ സിൽവർ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സിൽവറിൻ്റെ ഏതെങ്കിലും പുവർ ഓറുകളോ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. അതിനെ നമ്മൾ സോഡിയം സയനൈഡ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിലേക്ക് എയർ കൊടുക്കുന്നു. നേറ്റീവ് സിൽവർ അല്ലെങ്കിൽ ആ സിൽവർ നമ്മളെടുത്ത ഓറ് അർജൻറ്റോ സയനൈഡ് കോംപ്ലക്സ് ആയിട്ടായിരിക്കും പിന്നെ സൊല്യൂഷനിൽ ഉണ്ടാവുക. ആ അർജൻറ്റോ സയനൈഡ് കോംപ്ലക്സിൽ നിന്ന് നമുക്ക് മെറ്റലിനെ സിങ്ക് ആഡ് ചെയ്തിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അർജൻറ്റോ സയനൈഡ് കോംപ്ലക്സിൽ നിന്ന് മെറ്റലിനെ മാത്രമായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഓഫ് സിങ്ക്. അതിൻ്റെ റിയാക്ഷനുകളാണ് ഈ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് സിൽവറിനെ സോഡിയം സയനൈഡ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, എയർ കൊടുക്കുന്നു. അപ്പോൾ കിട്ടുന്നതാണ് സോഡിയം അർജൻറ്റോ സയനൈഡ് കോംപ്ലക്സ്. ഇനി നമ്മൾ ഇതിപ്പോൾ സിൽവർ ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചു, നേറ്റീവ് സിൽവർ ഉപയോഗിച്ചു. ഇനി സിൽവറിൻ്റെ ഏതെങ്കിലും ഓർ, AgCl സിൽവറിൻ്റെ ഒരു ഓറാണ്, അതിനെ സോഡിയം സയനൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സെയിം സോഡിയം അർജൻറ്റോ സയനൈഡ് കോംപ്ലക്സ് തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള റിയാക്ഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് സോഡിയം അർജൻറ്റോ സയനൈഡ് കോംപ്ലക്സിനെ സിങ്കുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ Ag സ്ഥാനത്ത് സിങ്ക് വന്നു. Agനെ നമുക്ക് പ്രിസിപ്പിറ്റേറ്റ് ആയിട്ട് ഇവിടെ കിട്ടുകയും ചെയ്യും. നമുക്കപ്പോൾ സൊല്യൂഷനിൽ നിന്ന് Agനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. This process is also called a leaching process or wet process. It is used for the concentration of ore. Leaching process അല്ലെങ്കിൽ wet process എന്ന് പറയുന്നതിൻ്റെ വേറൊരു പേരാണ്. നമ്മൾ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണിത് ഉപയോഗിക്കാറുള്ളത്. ഈ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ള ആപ്ലിക്കേഷന് പുറമെ നമ്മൾ സിങ്ക്, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നീ മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടി നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റലുകളുടെ പൗഡേർഡ് ഓറിനെ ഏതെങ്കിലും ഒരു ഡിസോൾവിങ് ഏജൻറ്റുമായിട്ട് ഡൈല്യൂട്ട് H2SO4, മോയിസ്റ്റ് എയർ, NaCN സൊല്യൂഷൻ, അങ്ങനെ എക്സാമ്പിൾ, അതിൻ്റെ ഡിസോൾവിങ് ഏജൻറ്റിൻ്റെ എക്സാമ്പിളാണ്. ഡിസോൾവിങ് ഏജൻറ്റുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യാറുള്ളത്. വെയർ ബൈ ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ദ ഓർ ഈസ് കൺവേർട്ടഡ് ടു എ സോലുബിൾ സിമ്പിൾ സോൾട്ട് ഓർ എ കോംപ്ലക്സ് കോമ്പൗണ്ട്. അപ്പോൾ ആ ഓറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന മെറ്റൽ ഒരു സോലുബിൾ സിമ്പിൾ സോൾട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടായിട്ടോ കൺവേർട്ട് ആവുന്നു. അതായത് നമ്മൾ ഇപ്പം കോപ്പർ അല്ലെങ്കിൽ സിങ്കിൻ്റെ കേസിലാണെങ്കിൽ ഒരു സോലുബിൾ സിമ്പിൾ സോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അല്ല ഇനി ഏതെങ്കിലും ഒരു സിൽവർ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ എക്സ്ട്രാക്ഷനിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു കോംപ്ലക്സ് കോമ്പൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുന്നത്. Now the metal can be recovered from the salt അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട് by electrolyzing it or by metal displacement method. മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി മുമ്പോട്ടേക്ക് പഠിക്കും. അതായത് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ട മെറ്റലിനെ അതിലും റിയാക്റ്റീവായിട്ടുള്ള വേറൊരു മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടുന്ന് ആ നമുക്ക് വേണ്ടുന്ന മെറ്റലിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അതായത് അതിൽ റിയാക്റ്റീവായിട്ടുള്ള വേറൊരു മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുക. അത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള റിയാക്ഷനിൽ അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ, എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ്, സിൽവർ, സിങ്ക്, ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് കോപ്പറിനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ലീച്ചിങ് ഓഫ് കുപ്രൈറ്റ് ഓർ കോപ്പർ ഗ്ലാൻസ് വിത്ത് ഡൈല്യൂട്ട് H2SO4 ഇൻ പ്രസൻസ് ഓഫ് എയർ ഗീവ്സ് എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് and the impurities present in the ore remains undissolved in the acid. Leaching of malachite green CuOH twice CuCO3 കോപ്പറിൻ്റെ ഒരു ഓറാണത് വിത്ത് ഡൈല്യൂട്ട് H2SO4 ഓൾസോ ഗീവ്സ് എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ കുപ്രൈറ്റ് CuO2 കുപ്രൈറ്റ്
അതിനെ നമ്മൾ H2SO ഫോർമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. അതൊരു സിമ്പിൾ സോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ സോൾട്ടിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് കുപ്പറേറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് കോപ്പർ ഗ്ലാൻസുമായിട്ടുള്ള റിയാക്ഷൻ സെയിം പ്രൊഡക്റ്റ് കിട്ടുന്നതാണ്. ഇതാണ് മലാക്കൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത്. അതിനെ H2SO ഫോർമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോപ്പർ സൾഫേറ്റ് തന്നെയാണ്. ഈ 3 കുപ്പറേറ്റ്, കോപ്പർ ഗ്ലാൻസ്, മലാക്കൈറ്റ് ഗ്രീൻ, ഈ 3 ഓറുകൾ ഉപയോഗിച്ച് നമുക്ക് ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്തിട്ട് കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ എല്ലായിടത്തും ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് സിമ്പിൾ സോൾട്ട് കോപ്പർ സൾഫേറ്റ് ആയിരിക്കും. ഇനി Cu metal can be recovered from copper sulfate solution either by electrolyzing it or by treating it with scrap iron, which being more reactive than copper displaces copper from copper sulfate solution and gets precipitated. അതാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ കിട്ടുന്ന കോപ്പർ സൾഫേറ്റ് സിമ്പിൾ സോൾട്ട് സൊല്യൂഷൻ, അതിനെ നമ്മൾ കോപ്പർ സൾഫേറ്റിനെ സ്ക്രാപ്പ് അയൺ, അത് നമ്മുടെ ഈ കോപ്പറിനേക്കാളും റിയാക്റ്റീവാണ് സ്ക്രാപ്പ് അയൺ. അപ്പോൾ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനും ഇവിടെ നമുക്ക് കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിതിനെ ഈ കോപ്പർ സൾഫേറ്റിനെ ഇലക്ട്രോലൈസ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റിനേക്കാളും റിയാക്റ്റീവായിട്ടുള്ള സ്ക്രാപ്പ് അയണായിട്ട് ട്രീറ്റ് ചെയ്താലും നമുക്ക് കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോപ്പർ ഇവിടെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. അതാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക്. എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്കിൽ ഉപയോഗിക്കുക സിങ്ക് ബ്ലെൻഡാണ്. സിങ്ക് സൾഫൈഡ് ഈസ് ഹീറ്റഡ് സ്ട്രോങ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. ആ പ്രോസസ്സിനെ റോസ്റ്റിംഗ് എന്നാണ് പറയുക. ടു കൺവേർട്ട് സിങ്ക് സൾഫൈഡ് ടു സിങ്ക് ഓക്സൈഡ് which on being leached with dilute H2SO4 forms a solution of zinc sulfate. Zinc sulfate solution on being electrolyzed by lead as cathode and aluminum sheet as anode. അതായത് സിങ്ക് സൾഫൈഡിനെ എയറിൻ്റെ പ്രസൻസിൽ സ്ട്രോങ്ലി ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ സിങ്ക് ഓക്സൈഡ് ഫോം ചെയ്യുന്നു. സിങ്ക് ഓക്സൈഡിനെ നമ്മൾ ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്തിട്ട് ലീച്ച് ചെയ്യുന്ന സമയത്താണ് സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്യുന്നത്. ഈ സിങ്ക് സൾഫേറ്റിൽ നിന്ന് സിങ്കിനെ മാത്രമായിട്ട് കിട്ടാനായിട്ട് സിങ്ക് സൾഫേറ്റിനെ നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് കാഥോഡ് ആയിട്ട് ലെഡിനെ കാഥോഡായിട്ടും അലൂമിനിയത്തിനെ ആനോഡായിട്ടും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുക. അടുത്ത എക്സ്ട്രാക്ഷൻ സിൽവറിൻ്റെയാണ്. സിൽവറിൻ്റെ 2 ഓറുകൾ നമ്മൾ എടുക്കാറുള്ളത് മെയിനായിട്ടും അർജൻറ്റൈറ്റ് Ag2S ആൻഡ് ഹോൺ സിൽവർ. മുമ്പ് നമ്മൾ AgCl എടുത്ത ഒരു റിയാക്ഷൻ കണ്ടായിരുന്നു. അപ്പം അത് വന്ന് ഹോൺ സിൽവർ എന്നാണ് AgClനെ പറയുക. ആർ ദ ഓർസ് ഓഫ് സിൽവർ വിച്ച് ആർ യൂസ്ഡ് ഫോർ ദിസ് എക്സ്ട്രാക്ഷൻ. വെൻ AgCl ഓർ ഈസ് ട്രീറ്റഡ് വിത്ത് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് NaCN, soluble complex compound sodium argentocyanide NaAgCN twice is formed. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഈ സോലുബിൾ കോംപ്ലക്സ് കോമ്പൗണ്ടിന് ഈസ് ഒബ്റ്റൈൻഡ് വെൻ Ag2S ഈസ് ട്രീറ്റഡ് വിത്ത് അക്വസ് സൊല്യൂഷൻ ഓഫ് NaCN ഇൻ പ്രസൻസ് ഓഫ് കറണ്ട് ഓഫ് ഹോട്ട് എയർ. നമ്മളിപ്പം ഇത് AgClമായിട്ടുള്ള റിയാക്ഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഇനി Ag2S അർജൻറ്റൈറ്റ് ഉപയോഗിച്ചാലും നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും. സോഡിയം അർജൻറ്റോസയനൈഡ് കോംപ്ലക്സ് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഒന്നെങ്കിൽ മെറ്റൽ നമുക്ക് കിട്ടുക ഒരു സിമ്പിൾ സോലുബിൾ സോൾട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടോ ആയിട്ടോ ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് സിൽവറിലും ഗോൾഡിലും ഗോൾഡ് എടുത്ത് പഠിക്കും. അപ്പോൾ ഗോൾഡിൽ നമ്മൾക്ക് കിട്ടുക ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ആയിട്ടായിരിക്കും മെറ്റലിനെ കിട്ടുക. അപ്പോൾ ഇതാണ് ആ റിയാക്ഷനുകൾ. ഇനി എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ്. ദ ടെയിലിങ്സ് ഒബ്റ്റൈൻഡ് അറ്റ് ദ എൻഡ് ഓഫ് അമാൽഗമേഷൻ പ്രോസസ് അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് ഫ്രം ഓറിഫറസ് ക്വാർട്സ് റോക്സ് ബൈ അമാൽഗമേഷൻ. അതിൻ്റെ ബാക്കിയായിട്ട് കിട്ടുന്ന ഗോൾഡിനെ അതിനെയാണ് നമ്മൾ മെയിനായിട്ടും ഈ അമാൽഗമേഷൻ പ്രോസസ്സിൻ്റെ ബാക്കിയായിട്ട് കിട്ടുന്ന ഗോൾഡിനെയാണ് നമ്മൾ ഗോൾഡ് എക്സ്ട്രാക്ഷനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. വെൻ ദീസ് ടെയിലിങ്സ് ആർ ലീച്ച്ഡ് വിത്ത് ഡൈല്യൂട്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് NaCN 0.3% NaCN സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഇൻ പ്രസൻസ് ഓഫ് എയർ ഗോൾഡ് ഗീവ്സ് സോലുബിൾ കോംപ്ലക്സ്
NaAuCN twice. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു സിൽവറും ഗോൾഡും. അപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ എക്സ്ട്രാക്ഷനാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് സിൽവറിനെയും ഗോൾഡിനെയും കോമൺ ആയിട്ടുള്ള റിയാക്ഷനാണ് ഇത്. സിൽവർ ആൻഡ് ഗോൾഡ് ക്യാൻ ബി പ്രിസിപ്പിറ്റേറ്റഡ് ഫ്രം ദിസ് ബൈ യൂസിങ് സിങ്ക് സ്ക്രാപ്പ്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ കോംപ്ലക്സ് ഇതിപ്പം ഗോൾഡിൻ്റെ കേസിലുള്ള കോംപ്ലക്സ് ആണ്. സിൽവറിൻ്റെ കേസിലുള്ള കോംപ്ലക്സ് എങ്ങനെയായിരുന്നു? NaAgCN twice ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന രണ്ട് കോംപ്ലക്സിനെയും സിങ്ക് ആഡ് ചെയ്താൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റൽ Ag അല്ലെങ്കിൽ Au ഫോം ചെയ്യാൻ പറ്റും. അത് ഈ കൊടുത്തേക്കുന്നതാണ് ഇതിൻ്റെ ജനറൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. Ag and Au can be precipitated from this by using zinc scrap. The above method is also called MacArthur-Forrest cyanide process അല്ലെങ്കിൽ കോംപ്ലക്സ് ഫോർമേഷൻ ഫോളോഡ് ബൈ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഇത് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡല്ലേ സിങ്ക് സ്ക്രാപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അതായത് ഗോൾഡിനെക്കാട്ടിലും സിൽവറിനെക്കാട്ടിലും കൂടുതൽ റിയാക്റ്റീവായിട്ടുള്ള സിങ്ക് ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷനാണ് ഇത്. അപ്പോൾ അതിനെ നമ്മൾ മാക്കാർതർ-ഫോറസ്റ്റ് സൈനൈഡ് പ്രോസസ്സ് എന്നോ അല്ലെങ്കിൽ സൈനൈഡ് പ്രോസസ്സ് എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ റിയാക്ഷനാണ് ഇത്. ഗോൾഡിനെ NaCN ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഈ മുമ്പ് പറഞ്ഞ ഈ കോംപ്ലക്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. അടുത്ത് നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്, കോയിനേജ് മെറ്റൽസ്. The metals which are used to make coins are known as coinage metals. ആ പേര് പോലെ തന്നെ കോയിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽസിന് നമ്മൾ കോയിനേജ് മെറ്റൽസ് എന്ന് പറയുന്നു. They can be changed into coins because the metal have a certain property named as malleability, which means the ability to get converted into sheets. അതായത് കോയിൻസിനെ ഈ മെറ്റൽസിൻ്റെ ഒരു മെയിൻ പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി എന്ന് പറയുക. ചില മെറ്റലിനൊക്കെയുള്ള പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി. അപ്പോൾ ഈ മാലിയബിലിറ്റി എന്ന് പറയുന്നത് ഷീറ്റുകളായി കൺവേർട്ട് ചെയ്യാൻ, മെറ്റലിനെ നമുക്ക് ഷീറ്റാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് മാലിയബിലിറ്റി. ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ കോയിനേജ് മെറ്റൽസ് ആർ റെഫേർഡ് ടു എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 2. ദ കോയിനേജ് മെറ്റൽസ് ആർ കോപ്പർ, സിൽവർ, ഗോൾഡ് ആൻഡ് റെഞ്ചീനിയം. These metals are ideal for making jewelry or coins because they do not react with the vast majority of the substances with which they come into daily contact. ഈ മെറ്റലുകൾ നമ്മൾ മെയിനായിട്ട് ഈ ജ്വല്ലറിയുടെ അല്ലെങ്കിൽ കോയിൻസിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ വേണ്ടി എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മെറ്റലുകളൊന്നും അതുമായിട്ട് ഡെയിലി കോണ്ടാക്റ്റിൽ വരുന്ന സബ്സ്റ്റൻസുകളെ അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല, സബ്സ്റ്റൻസുമായിട്ട് ഇവ റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ കോയിനും ജ്വല്ലറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെറ്റൽസിനെ ഉപയോഗിക്കാറുണ്ട്. They are soft, shiny, dense metals, resistant to corrosion and very good conductors of electricity. ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടേഴ്സായിട്ടും നമുക്കറിയാം കോപ്പറിൻ്റെ കാര്യം, വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കോപ്പറാണ്. അപ്പോൾ വയറിങ്ങിന് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. പിന്നെ സോഫ്റ്റാണ്, ഷൈനിയാണ്, ഡെൻസ് മെറ്റൽസ്, പിന്നെ റെസിസ്റ്റൻസ് ടു കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന മെറ്റൽസുമാണ് കോയിനേജ് മെറ്റൽസ്, അതായത് കോപ്പർ, സിൽവർ, ഗോൾഡ്. They are noble metals due to less chemical activity, highly malleable and ductile. മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, പിന്നെ കെമിക്കൽ ആക്ടിവിറ്റിയോട് വളരെ ലെസ് കെമിക്കൽ ആക്ടിവിറ്റി ഉള്ളൂ അവയ്ക്ക്. അതുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ജ്വല്ലറി കോയിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് കാരണം അതാണ്. അടുത്ത് നമുക്ക് കോയിനേജ് മെറ്റൽസിൻ്റെ ഒക്കറൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതായത് കോപ്പർ, സിൽവർ, ഗോൾഡ് അതിൻ്റെ ഒക്കറൻസ്. ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് കോപ്പർ ഈസ് ഫൗണ്ട് ഇൻ ദ നേറ്റീവ് സ്റ്റേറ്റ്സ് ആസ് വെൽ ആസ് ഇൻ ദ കമ്പൈൻഡ് സ്റ്റേറ്റ്. കോപ്പറായിട്ട് തന്നെയും അല്ലെങ്കിൽ അതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലും കോപ്പർ കാണാറുണ്ട്. നേറ്റീവ് കോപ്പർ ഫൗണ്ട് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ USA നേറ്റീവ് കോപ്പർ കൂടുതലുള്ളത്. ഇന്ത്യയിൽ ബീഹാർ, രാജസ്ഥാൻ, തമിഴ്നാട് ഇവിടെയൊക്കെയാണ് കോപ്പർ ഉള്ളത്. ദ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് ഇറ്റ് ഈസ് ഇൻ മിനറൽസ് ലൈക്ക് ചാൽക്കോപൈറൈറ്റ് ആൻഡ്
ബോർണൈറ്റ്. ചാൽക്കോപൈറൈറ്റ്, ബോർണൈറ്റ് ഇത് രണ്ടുമാണ് കോപ്പറിൻ്റെ മെയിൻ സോഴ്സായിട്ടുള്ള മിനറൽസ്. ഇനി ഒക്കറൻസ് ഓഫ് സിൽവർ ആണ്. ദ മെറ്റൽ ഈസ് ഫൗണ്ട് ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ് ഇൻ ദ പ്യുവർ ഫ്രീ എലമെൻറ്റ് ഫോം ആസ് ആൻ അലോയ് വിത്ത് ഗോൾഡ് ആൻഡ് അതർ മെറ്റൽസ് ആൻഡ് ഇൻ മിനറൽസ് സച്ച് ആസ് അർജൻറ്റൈറ്റ് ആൻഡ് ക്ലോറാർഗൈറൈറ്റ്. ഈ മെറ്റൽ സിൽവർ എർത്തിൻ്റെ ക്രസ്റ്റിൽ പ്യുവർ ഫ്രീ എലമെൻറ്റ് ഫോമിലും കാണപ്പെടാറുണ്ട്. പിന്നെ ഗോൾഡിൻ്റെ കൂടെ അലോയ് ആയിട്ടും കാണാറുണ്ട്. ഗോൾഡിൻ്റെയും മറ്റ് എലമെൻസിൻ്റെ ഒക്കെ കൂടെ അലോയ് ആയിട്ടും കാണാറുണ്ട്. അതായത് പിന്നെയുള്ള സോഴ്സാണ് അർജൻറ്റൈറ്റ്, ക്ലോറാർഗൈറൈറ്റ് എന്ന് പറയുന്ന രണ്ട് മിനറൽസിലുമുണ്ട് സിൽവർ. അടുത്ത ഒക്കറൻസ് ഓഫ് ഗോൾഡ് ആണ്. ഗോൾഡ് ഈസ് മോസ്റ്റ് ഓഫൺ ഒക്കേഴ്സ് ആസ് എ നേറ്റീവ് മെറ്റൽ ടിപ്പിക്കലി ഇൻ എ മെറ്റൽ സോളിഡ് സൊല്യൂഷൻ വിത്ത് സിൽവർ ദാറ്റ് ഈസ് ആസ് ഗോൾഡ് സിൽവർ അലോയ്. ഗോൾഡിനെ നമ്മൾ കൂടുതലായിട്ടും കാണുക നേറ്റീവ് മെറ്റലായിട്ടാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ സിൽവറിൻ്റെ കൂടെ ഒരു അലോയ് ആയിട്ടും ഗോൾഡിനെ കാണാറുണ്ട്. ഗോൾഡ് സിൽവർ അലോയ് ആയിട്ടും ഗോൾഡ് കാണാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഹൈഡ്രോ മെറ്റലർജിയും കോയിനേജ് മെറ്റൽസിൻ്റെ ഒക്കറൻസും ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.